ലേൺ ചെയ്യാൻ. നമുക്ക് വേഗം പോവാം. റെഡി 1 2 3. അപ്പോൾ ഗയ്സ് നമ്മൾ ഇന്ന് ട്രിപ്പ് പോവാണ്. 2 days ട്രിപ്പാണ്. അമ്മ ആർക്കുണ്ടെന്ന് പിടിച്ചത് പറയണ്ടല്ലോ. അച്ഛൻ, അച്ഛമ്മ, സുമാവൻ, അപ്പച്ചി, ആം ചേച്ചി, പിന്നെ ഞങ്ങളും. അങ്ങനെയുള്ള പോവാനായിട്ട് ഇന്നോവ എടുത്തു. ഇന്നോവ. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ ആദിയോഗി ഇവിടെയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഉച്ചയായിട്ട് ഒരു ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്. അമ്മ, അമ്മച്ചും അച്ഛമ്മയും മതി. കൊച്ചോടൊന്ന് തിരുത്താൻ പറഞ്ഞതാണ് കേട്ടോ ഗായ്സ്. രണ്ടാമത്തെ കണ്ണെടു ഇപ്പം ഫോട്ടോ ഫ്രെയിമിൽ എൻ്റെ കണ്ണെടുത്തിട്ട് അങ്ങനെ ഫുഡൊന്നും വലിയ കുഴപ്പമില്ല. എന്നാലും കോഴിക്കോടിൻ്റെ അടുത്ത് എത്തൂല ഗായ്സ്. അങ്ങനെ വിശക്കുമ്പോൾ അങ്ങോട്ട് തിന്നു. ഒരു വേണ്ടല്ലോ. അച്ഛൻ ഇതൊന്നും എടുത്തിനെ. ഏത് മാംഗോയാ? മാംഗോ. അങ്ങനെ എനിക്ക് തരാതല്ല ഐസ്ക്രീം തിന്നലേനു. പക്ഷെ ഞാൻ സമ്മതിക്കുമോ? അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു ഐസ്ക്രീം മേടിച്ചു. ചേച്ചിട്ട് ആ പാത്രത്തിന് ഇടൂല. ചേച്ചിക്ക് ഐസ്ക്രീം പറഞ്ഞ ജീവിത. പാട്ട് ഭയങ്കര അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഗെയിം കളിക്കാൻ തുടങ്ങി. ഫുള്ള് കള്ളക്കളിയാണ്, എന്നാലും കളിച്ചു. കുഞ്ഞുകുട്ടി കള്ളം വന്നിട്ടുണ്ട്. പക്ഷെ 4 കൊല്ലം എങ്ങനെ ഇത് വണ്ടി കാണാം? നമ്പർ ഒന്നും മാറില്ലല്ലോ. ഒരു കാര്യം പറഞ്ഞുതരാം. അവിടെ അങ്ങനെ ഗായ്സ് ഞങ്ങൾ ആദിയോഗിന്റെ അവിടെ എത്തി. സോറി ഗായ്സ്, ആദിയോഗി. അങ്ങനെ ഞങ്ങൾ പാർട്ടിന്റെ അവിടുന്ന് വണ്ടിയിലോട്ടോ പോയത്. ആദ്യമൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി പാർത്തിട്ട് കേട്ടോ. അമ്മ അപ്പച്ചി പുറത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുക്കല്. അങ്ങനെ ഏകദേശം 6 മണിയൊക്കെ ആകുമ്പോൾ അവരെല്ലാവരോടും ഇരിക്കാൻ വരും കേട്ടോ എല്ലാവരും. അങ്ങനെ അവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് കേട്ടോ നമ്മൾ എല്ലാവരും ഇരിക്കണ്ട്. അത്യാവശ്യം നല്ല ജനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ചെറുതായിട്ട് ഉത്സവം പോലെ ഉണ്ട് കേട്ടോ. ഇനി ബാക്കി അവരെന്നെ സംസാരിക്കുന്നു, നമുക്കത് കേൾക്കാം. இன்னும் கொஞ்ச நேரத்தில் ஆரம்பிக்க இருக்கு. எல்லாரும் சீட்டிங் ஏரியாவில் வந்து அமருமாறு கேட்டுக்கொள்கிறோம்.
15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from, the origins of this. അങ്ങനെ ഉണ്ട് ഗായ്സ്. അടിപൊളി പറഞ്ഞാൽ നേരിട്ടാണ് നല്ല സൂപ്പറായിട്ടോ. അങ്ങനെ ഇവിടുന്ന് നേരെ ഞങ്ങളെ ഹൊഗനക്കലിൽ പോയി. ഏകദേശം 4 മണിക്കൂറുണ്ട്. അപ്പോൾ ഓക്കെ, ബാക്കി വീഡിയോ ലൈവിൽ കാണാം. മകി കോലം നോക്കട്ടെ. ഓ ആണോ ഈശ്വര. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഏകദേശം 6 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങി. അടുത്ത ഞങ്ങൾ കൊട്ടത്തോട് കയറാൻ പോവാണേ. പൊന്നു പൊന്നു പൊന്നു. ക്രോസ് ആയിട്ടല്ലേ? പടച്ചോനെ കറക്കുമ്പോ സ്വർണ്ണം കാണുന്ന എനിക്ക് തോന്നുന്നത്. നല്ല ഒരു ഇരിക്കുന്ന കണ്ടിട്ട്. കണ്ട അങ്ങനെ ഞാൻ ഇവരെ കൂടി കേട്ടോ പോയത്. അമ്മ ചേച്ചി അച്ഛനും കൂടി കേട്ടോ വരുന്നത്. അത് കുറച്ച് ഡേഞ്ചറാണ്. അവരത് കറക്കും പോലും. എനിക്കത് പേടിയാട്ടോ ഗായ്സ്. தண்ணி கூடுதலா இருக்கா? നീ എണ്ണി ഞാൻ എണ്ണി എടുത്തോണ്ട് ഞങ്ങളെ മറ്റേ കൂട്ടുകാരെ കണ്ടു. അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോങ്ങളെ ഇറക്കി കിട്ടും. അതായത് 2 വട്ടം കൊട്ടത്തോണിയിൽ കയറണം. അങ്ങനെ ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട് കേട്ടോ അങ്ങോട്ട്. എങ്ങനെയുണ്ട് എന്റെ മോനെ? ഞാൻ പൊന്നെ അച്ഛന്റെ വണ്ടി കയറാണ്ട് ഓരോ വണ്ടി കയറി ഒന്നും ഇതേപോലത്തെ ഒരു തൊട്ട വാങ്ങി തരാം കേട്ടോ വീട്ടില്. എവിടെ ഇവിടെ ഇടാലോ. എവിടെ ചെറുതായിട്ട് 2 സ്പോട്ട് എടുത്തിട്ടുണ്ട്. താഴേക്ക് നോക്കിയായിരുന്നേ. ഞാനാ വീഡിയോ നോക്കിയിട്ടാണ്. ആമി തിരിക്കല്ല, ആമി ഡേഞ്ചർ ആണ് അതൊക്കെ. പോയിക്കാം മേഡം. എനിക്ക് ഇവർക്ക് ഉണ്ടാക്കും നീന്തലൊക്കെ അറിയാം. നമുക്ക് ഏതൊക്കെ അറിയില്ലേ പൊന്തി കട്ടാ മതി. ഇടയിൽ എന്റെ മാമന്റെ ക്ലിപ്പ് സമയം വെച്ചിട്ട് മുങ്ങാനേ. അതല്ല, ഇടയിൽ എന്റെ മാമ പൂവാച്ച പൊട്ടേച്ചിട്ട് ക്ലിപ്പ് പോയിട്ടൊന്നുമില്ല. ടീന ഞങ്ങള് എന്നാ വേഗം കൊട്ടയിലെത്തും. കേറാനുള്ള പേടി വേണ്ട. അമ്മ താഴെ നോക്കിയായിരുന്നേ. ആ ടീന ഞാൻ പോട്ടെ. അമ്മി വെള്ളം അങ്ങനെ കുറച്ച് പിടിക്കണാ. അങ്ങനെ രണ്ടാമത്തെ കൊട്ടയിൽ കയറിട്ടോ ഗായ്സ്.
മുറ്റത്ത്. അമ്മച്ചിന്റെ ഫോൺ എടുക്ക്. അച്ഛാ അമ്മച്ചിന്റെ ഫോൺ ഞാൻ ഫോൺ എടുത്തെടുക്ക്. കുറച്ച് പോയിട്ട് ഒരു ഞങ്ങളെ സ്ഥലത്ത് ആർക്കുട്ടോ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. അങ്ങനെ അവിടുന്ന് ഫോട്ടോസ് വീഡിയോ ഒക്കെ അവിടുന്ന് എടുക്കട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും തോണിക്കറി. കണ്ണ പറയ എന്തേലും. ഇതിലാണ് എന്തിലാണ്? ഹലോ കൊട്ടത്തോണിയിലാണ്. അമ്മയോട് നോക്കി നല്ല സ്ഥലം കൊടുത്തിരി. അത് ഓഫ് ചെയ്യും. എല്ലാരും അവിടെ കുളിക്കാനാണ് അടപ്പ്. ഇങ്ങനെ കുറെ കുളിച്ചൊക്കെ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ടോ ഗൈസ്. അങ്ങനെ എൻ്റെ ഇടയിൽ ഞാനൊരു ചെരുപ്പൊന്നും എടുത്തു. ഇനി ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിക്കാം. അതവിടെ പൊങ്കലിനകത്ത് പൊന്നിൻ്റെതാ മോൻ കഴിച്ച മോനെ. അങ്ങനെ ഫുഡ് ഇവിടെ ഉണ്ടാവുന്നു കേട്ടോ. 2 ഇഡ്ഡലി, ഒരു ദോശ, ഒരു വട, പിന്നെ പൊങ്കൽ ഉണ്ടായിരുന്നു. എനിക്ക് അമ്മ വാരി തന്നിട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും കഴിക്കാൻ പറ്റും. അവനിപ്പോ കൊണ്ടുവരിക്കല്ലേ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങിട്ടോ. അങ്ങനെ ഗായ്സ്, ഇനി ഞങ്ങൾ മൈസൂരിന് കേട്ടോ പോകുന്നത്. അവിടുത്തെ വീഡിയോ അടുത്ത വ്ളോഗായിട്ട് ചെയ്യട്ടോ. പോയ വഴിക്ക് ഇളനീരൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ നമുക്കൊരു ചക്കയും കൂടി തിന്ന് അവസാനിക്കാം. ഓക്കെ, ബൈ ബൈ ബൈ.